Hello family, so welcome back to our channel La Family Vlog. So this is day 4. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് നഗർ കാസിലോട്ടാണ്. നഗർ കാസിൽ എന്ന് പറയുന്നത് 1460 AD-യിൽ പണി കഴിപ്പിച്ച ഒരു കാസിലാണ്. കുളു വാലിയിലേക്കാണ് ഇതിന്റെ വ്യൂ വരുന്നത്. അതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത. പിന്നെ ഇതിന്റെ കൺസ്ട്രക്ഷന്റെ പ്രത്യേകത നോക്കി കഴിഞ്ഞാൽ ഇത് കണ്ടില്ല, കുറെ കല്ല് ഇങ്ങനെ അടുക്കി വെച്ച ശേഷം പിന്നെ ഒരു ലെയർ തടി, പിന്നെയും കല്ല് കൊടുത്തിട്ട് വീണ്ടും തടി, അങ്ങനെയാണ് ഇതിന്റെ ഫുൾ കൺസ്ട്രക്ഷൻ പോകുന്നത്. 1460 AD-യിൽ രാജാ സിദ്ധ സിംഗ് പണികഴിപ്പിച്ച ഈ കോട്ട 1978-ൽ ഹിമാചൽ പ്രദേശ് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഏറ്റെടുത്ത് ഒരു ഹെറിറ്റേജ് ഹോട്ടലായിട്ടാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടു പോകുന്നത്. ഈ ഭാഗത്തുണ്ടായ വലിയ ഭൂമികുലുക്കത്തെ അതിജീവിച്ച ഒരു കോട്ടയാണിത്. ഈ ഭാഗത്തുള്ള ബാക്കിയുള്ള വീടുകൾക്കും ഗ്രാമത്തിനുമൊക്കെ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. കുളുവിൽ വന്ന ശേഷം നഗർ കാസിൽ കാണാൻ വരണമെങ്കിൽ കുളുന്ന് നഗർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാലാണ് നഗർ കാസിലേക്ക് വരാൻ പറ്റുക. ഇവിടുന്ന് നിങ്ങൾക്ക് വേറൊരു റൂട്ട് വഴി മണാലിയിലേക്ക് എത്താം. സാധാരണ നമ്മൾ കുളുവിൽ നിന്ന് മണാലിയിലേക്ക് നോർമലി പോകുന്ന റൂട്ടിലല്ല നഗർ കാസിലുള്ളത്. കുളുവിൽ നിന്ന് നഗർ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയ ശേഷം ഇവിടെ കാസിൽ കണ്ടിട്ട് ഇതുവഴിയും നിങ്ങൾക്ക് മണാലിയിലേക്ക് പോകാൻ പറ്റും. ഇവിടുത്തെ ഓരോ സ്റ്റോണും ഭയങ്കര തണുപ്പാണ്, ഭയങ്കര കോൾഡാണ് ഇവിടെ മൊത്തം. തേക്ക് തടിയാണോ എന്തോ അല്ലേ? ഇവിടെയോ? ഇല്ല. ഓ ശരിയാണ്, ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും കേട്ടോ. യെസ്. പണ്ടത്തെ രാജാക്കന്മാര് ഇവിടെ ഇരുന്ന് ചെയ്തോ. നിങ്ങൾക്ക് ഒരിക്കലും കാണിച്ചിട്ടുണ്ടല്ലേ എന്റെ പൊന്നെ. ഇതാണ് ആക്ച്വലി അവരുടെ ടെമ്പിൾ എന്ന് പറയുന്നത്. സോളാറൊക്കെ ഇപ്പൊ വെച്ചതായിരിക്കും. പിന്നെ പണ്ടത്തെ രാജാക്കന്മാർ സോളാർ അല്ലേ. ഇവിടെ സത്യം പറഞ്ഞ ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടെയാണ്. അതല്ലാതെ തന്നെ ഇതൊരു എന്തായിട്ട് കൊടുക്കും, റിസോർട്ട് പോലെ കൊടുത്തിട്ടുണ്ട് അവര്. ഇപ്പൊ ആൾക്കാർക്ക് ഇവിടെ സ്റ്റേയും കൂടെ ഉണ്ട്. അതാണ് ഓരോ റൂമില് ഡീലക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ എഴുതി, നമ്പർ വൈസ് ഡീലക്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതിക്കുന്നത്. എന്റെ പൊന്നി എന്ത് സീനറി മേൻ. അല്ലേ, ഇതൊക്കെ പണ്ട് പോലെ ഉള്ളത് പണ്ടത്തെ ആയിരിക്കും അല്ലേ ഈ സ്ട്രക്ചർ മൊത്തം. അല്ലാതെ പെയിന്റ് ഇപ്പോഴായിരിക്കും അടിച്ചത്. അതെ, അടിപൊളിയായിരിക്കും. ഇവിടെയായിരിക്കും ചിലപ്പോ റാണിമാരുടെ ഒരു സ്ഥലം അല്ലേ. ഇവിടെ നിന്ന് കാണാ രാജാക്കന്മാര് വരണുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി പറ്റുമായിരിക്കും. നമ്മള് വരണ വഴിക്ക് കണ്ടതാണ്. ഇവിടെ ഫുൾ റോസ് ഫ്ലവേഴ്സ് ആണ്. പക്ഷെ റോസ് ഫ്ലവേഴ്സിന്റെ വലിപ്പം ഭയങ്കര വലുതാണ്. അടിപൊളി. നമ്മള് നഗർ കാസിൽ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ എവിടെ പോകുന്നത്? മണികർണൻ സാഹിബ്, ആ ടെമ്പിൾ ആണ് കേട്ടോ പോകുന്നത്. അപ്പൊ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. മണാലി എന്ന് നമ്മൾ പറയുമ്പോൾ അതിനോട് കൂടി ചേർത്ത് പറയുന്ന ഒരു സ്ഥലം കൂടിയുണ്ട്, കുളു അഡ്വഞ്ചർ ആക്ടിവിറ്റീസിനാണ് കൂടുതൽ പ്രശസ്തം. മണാലിയിലെ പ്രശസ്തമായ കാഴ്ചകളൊക്കെ കണ്ട ശേഷം മഞ്ഞുവീഴ്ചയും മഞ്ഞും ഒക്കെ ആസ്വദിച്ച ശേഷം സാധാരണ ആളുകൾ കുളുവിലേക്ക് വന്നിട്ടാണ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസായി റിവർ റാഫ്റ്റിങ്ങും പാരാഗ്ലൈഡിങ്ങും ഒക്കെ ചെയ്യുന്നത്. ഈ ഭാഗത്താണ് ധാരാളം റിവർ റാഫ്റ്റിങ്ങിൻ്റെയും പാരാഗ്ലൈഡിങ്ങിൻ്റെയും കൗണ്ടറുകളുള്ളത്. പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇവർ പറയുന്ന വിലയെന്ന് പറയുന്നത് ഒരുപാട് ക്രോസ് ചെക്ക് ചെയ്ത ശേഷം, അതല്ലെങ്കിൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ നടത്തുന്ന കൗണ്ടറുകളാണോ എന്ന് തിരക്കിയ ശേഷം വേണം ചെയ്യുവാൻ. ഇതാണ് ബിയാസ് റിവർ കേട്ടോ. നമ്മൾ പോണ റോഡ് കുണ്ടും കുഴിയും തന്നെ.
അങ്ങ് വരെ ചിലവരെ റിവർ റാഫ്റ്റിംഗ് ചെയ്യണത്. അവിടെ അവന്മാർ എന്താ റോഡ് ശരിയാക്കാത്തല്ലേ? ഓ ഇതാണ് കുളു സിറ്റി കേട്ടാ. ഇതാണ് മണിക്കര. നമ്മളിപ്പോ പോകുന്നത് മണിക്കരൻ റോഡ് വഴിയാണ് കേട്ടോ. കസോലായില്ല, മണിക്കരൻ റോഡ് ആയതേ ഉള്ളൂ. ഇവിടെ ഫുൾ റോഡ് പണി നടക്കുകയാണെന്നാണ് തോന്നുന്നത്. തോന്നുന്നേ അല്ല, തന്നെ റോഡ് പണിയാണ് ഫുള്ള്. ശോകം റോഡെന്ന് പറഞ്ഞാൽ ശോകം, പരമ ശോകം റോഡാണ്. ഇടിഞ്ഞു പോണതാണോ? എന്നാലും എന്ത് പൊടി, സത്യം പറഞ്ഞ പൊടിയും ചൂടും കൂടെയാണ് ഇപ്പം മണിക്കരൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞത്. ഭയങ്കര പൊടിയും ഭയങ്കര പൊള്ളുന്ന ചൂടുമാണ്. ഇനി ഇനി 20 കിലോമീറ്ററോളം ഉണ്ട്, 20 കിലോമീറ്ററോളം ഉണ്ട് മണിക്കരനിലെത്താൻ. ഒടുക്കത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ബ്ലോക്കാണ് ഗൈസ്. സത്യമായിട്ട് എത്ര നേരം കൊണ്ട് ഇവിടെ നിൽക്കണമെന്നറിയാമോ? മഴയും പെയ്തു തുടങ്ങിയടേ. ഓ, ഇപ്പുറത്ത് ബസ്, അപ്പുറത്ത് വലിയ ലോറി. ഇതെങ്ങനെ പോയി ഈ കുടുക്കാച്ചി റോഡിൽ അല്ലേ? ആ പോലീസുകാരൻ കേട്ടാ. ആ ലോറിയാണ് ബ്ലോക്ക് ഉണ്ടാക്കിയത്. ഈ ലോറി ഇങ്ങനെ, ഈ ലോറി ഈ കുടുക്കാച്ചി റോഡിൽ പോലേ. സത്യം അങ്ങൊക്കെ ഭയങ്കര പൊളിഞ്ഞാണ് കിടക്കണം ആ റോഡ്. അതൊക്കെ എങ്ങനെ കയറുമെന്ന് അറിഞ്ഞൂടി ഈ ലോറി. ഒരു ബ്ലോക്ക് കഴിഞ്ഞപ്പോൾ അത് അടുത്ത ബ്ലോക്ക്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നെങ്കിൽ വലിയ റോഡാക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ വലിയ വണ്ടികളെ വിടാൻ വേണ്ടി പാടില്ല അല്ലേ ഗൈസ്? പരമ ശോകം എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നി, ഇത്രയും വലിയ വൃത്തിയിട്ട റോഡ് ഞാൻ കണ്ടിട്ടില്ല. സീനൊക്കെ അടിപൊളിയാണ്. പക്ഷെ എന്താ ഒരു ഇതുണ്ടല്ലേ, കല്ലും മുള്ളും താണ്ടി വരണോന്ന് പറഞ്ഞൊരു പാട്ട്, അതേപോലെയാണ് ആക്ച്വലി ഇരിക്കുന്നത് കേട്ടാ ഇവിടത്തെ അവസ്ഥ. പറയാതിരിക്കാൻ പറ്റൂല. ചന്ദനം കണ്ടോ ഗൈസ്? ചന്ദനമാണ് കേട്ടോ, നല്ല മണം, നല്ല ഉഗ്ര മണം ഇവിടെ മൊത്തം. അതാണ് ഇവിടെ പോലീസ് ചെക്കിങ് കേട്ടാ. പക്ഷെ ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ് കേട്ടോ. പക്ഷെ ആ കുണ്ടും കുഴിയും ആ പൊടിയും ആ ഒടുക്കത്തെ ബ്ലോക്കും എല്ലാം താണ്ടി വേണം ഇവിടെ വരാൻ. പാർവതി റിവറാണല്ലേ? പാർവതി റിവറാണ്. എന്റെ പൊന്നെ, വീണ്ടും കുണ്ടും കുഴിയാടേ.
പാടായിരുന്നോ? എന്നാ പിന്നെ എന്തുകൊണ്ടാണ് ഈ വലിയ വണ്ടികളെ അവന്മാർ ഇവിടെ കയറ്റി വിടുന്നത്? ടോളുണ്ടാടേ. ഓ നേരെ തന്നെടാ. ടോള് നമുക്ക് പോവാം. നമുക്ക് ടോളില്ല ഗൈസ്. എനിക്കൊന്ന് വലിയ വണ്ടികൾക്കാണ് ടോളെന്ന് തോന്നുന്നു. ഇനി 7.5 കിലോമീറ്റർ ഉണ്ട്. ഇനിയും 7.5 കിലോമീറ്റർ. എപ്പോൾ ഇറങ്ങിയതെന്നറിയാമോ? 11 മണിക്ക് എന്തോ ഇറങ്ങിയതാണ്. ഇപ്പം മണി ഏകദേശം 1:50. ഫൈനലി ഗൈസ് നമ്മൾ കസോൾ എത്തിയിരിക്കുകയാണ്. കസോൾ റോഡല്ലേ? യെസ്, ഇതാണ് കസോൾ ജംഗ്ഷൻ ഏട്ടാ. ഇതാണ്. ഇവിടെ ഫോറിനേഴ്സൊക്കെ വരും. ഇഷ്ടംപോലെ ഫോറിനേഴ്സ് ഇവിടെ ഉണ്ട്. ഇനി മണിക്കരയിൽ എത്താൻ വെറും മീറ്റർ മാത്രമേ ഉള്ളൂ. 500 മീറ്റർ എന്തേ ഉള്ളൂ. എത്താറായി. നിറച്ച ആൾക്കാരുണ്ട്. എത്തി. പക്ഷെ നിറച്ച ആൾക്കാരുണ്ട് കേട്ടാ. ഇത്രയും കുണ്ടും കുഴിയും ഈ ബ്ലോക്കൊക്കെ താണ്ടി ഇത്രയും ആൾക്കാർ വന്നല്ലോ. സമ്മതിക്കണം അല്ലേ? ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ, ചെറിയൊരു അമ്പലം. അപ്പോ എടാ ഗുഹയിനകത്താടാ. ആ കല്ല് അടിപൊളിയല്ലേ? ആ സ്ട്രക്ചർ കൊത്തി വെച്ചേക്കുന്ന കണക്കാണ് ഇരിക്കുന്നത്. ഓ മൈ ഗോഡ്, എത്തി. എടാ ഇവിടെ നല്ല സിപ്പ് ലൈൻ ഉണ്ട്. എന്നാൽ ചാടി അങ്ങോട്ട് പോവായിരുന്നു. ഓ എൻ്റെ പൊന്നി, സൂപ്പർ സ്ഥലം കേട്ടാ. നമ്മൾ വന്ന വഴി എത്രത്തോളം കുണ്ടും കുഴിയാണെന്ന് നരഭൂജ കിടക്കണ മാറ്റി ആയിരിക്കണടാ. സത്യമായിട്ടാ പൊടി കേട്ടോ, ഫുൾ പൊടി. ഷൂവേ ഇല്ലാത്ത. കാല് കണ്ട? കാല് കാണാൻ കാല് കണ്ട്. അത്രയ്ക്ക് ഭയങ്കര ടെറർ റോഡ്. ക്രോസ് ചെയ്യണം ഏട്ടാ. ഹൗ വാസ് ദ ട്രിപ്പ്? അടിപൊളി. പക്ഷെ എനിക്ക് റോഡ് ശോകം. എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ഗൈസ് എന്റെ രണ്ട് ഇരിപ്പടം പോയി. കപ്പടം കണക്കണമായിരുന്നു. വല്ല മസാജ് ഉണ്ടായിരുന്നെങ്കിൽ ചെയ്തിട്ട് വരും. അവിടെ പോയിട്ട് കാണാം. സോ ഫൈനലി ഒരു ദ്വന്ദ്വ യുദ്ധം കഴിഞ്ഞ ശേഷം നമ്മൾ ഫൈനലി മണികരൻ സാഹിബ് ടെമ്പിൾ എത്തിയിട്ടുണ്ട്. ഇത് ആക്ച്വലി നമ്മളെ ഗുരുനാനക് ഫസ്റ്റ് ആയിട്ട് മെഡിറ്റേറ്റ് ചെയ്ത ടെമ്പിൾ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ ടെമ്പിളില് 4000 പേർക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും. അതറിയാമോ? 4000 പേർക്ക് ഇവിടെ അവർക്ക് താമസിക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ ഇവിടെ ഹോട്ട് സ്പ്രിങ്ങും ഉണ്ട്. ഇതാണ് റിവർ പാർവതി റിവറാണ് കേട്ടോ. ഇത് പാർവതി റിവറാണിത്. പിന്നെ ഒരു പുക പോലെ വരുന്നുണ്ട്. അത് ഹോട്ട് സ്പ്രിംഗ് ആണ്. ആ ഹോട്ട് സ്പ്രിംഗിൽ കുളിച്ചാൽ നമ്മുടെ സ്കിൻ ഡിസീസ് എല്ലാം പോകും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അകത്തോട്ട് കയറി നോക്കിയാലോ?
ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലെ പാർവതി താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന കസോളിലെ നേച്ചർ പാർക്ക് ശാന്തമായ പ്രകൃതിദത്ത ചുറ്റുപാടുകളും പച്ചപ്പും സമാധാനപരമായ അന്തരീക്ഷവും പ്രദാനം ചെയ്യുന്നു. സന്ദർശകർക്ക് വിനോദയാത്രകൾ, നദിക്കരയിലൂടെയുള്ള പിക്നിക്കുകൾ, ഹിമാലയത്തിന്റെ അതിമനോഹരമായ കാഴ്ചകൾ എന്നിവ ആസ്വദിക്കാം. ശാന്തത തേടുന്ന പ്രകൃതിസ്നേഹികൾക്ക് ഇതൊരു മികച്ച വിശ്രമ കേന്ദ്രമാണ്. Really good. Really good. എങ്ങനെയുണ്ട്? സോ നമ്മൾ ലാസ്റ്റത്തെ, അതായത് കസോള് വെച്ചാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോ എടുത്തതല്ലേ ഏട്ടാ, പാർവതി വാലി വെച്ച്. അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്തില്ലായിരുന്നു വീഡിയോ. അതിനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ എന്തോന്നാണ്, ഇന്നലെ ഫുള്ള് മഴയായിരുന്നു. പിന്നെ ഇറങ്ങിയപ്പോൾ ഇരുട്ടായി, രാത്രി ആയപ്പോൾ വീഡിയോ എടുക്കാൻ കിട്ടും, ലൈറ്റിംഗ് ഇല്ലല്ലോ. അങ്ങനെ പിന്നെ തിരിച്ചിവിടെ വന്നപ്പം എനിക്ക് ക്ഷീണം കയറി കിടക്കണം, ഉറങ്ങി. അതാണ് മെയിൻ റീസൺ. ഭയങ്കര മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. പിന്നെ 2 പപ്പടം, സാമ്പാർ എല്ലാം കൂടെ കലങ്ങിയ ഒരു അവസ്ഥയായിരുന്നു. ഭയങ്കരമായിട്ട് കാലും വേണം, മുട്ടും വേണം, എല്ലാം ഒരു അവസ്ഥ. നമ്മുടെ കയ്യത് നേരത്തെ ഇന്നലെ ഇറങ്ങാന്ന് വിചാരിച്ചാണ്. പക്ഷേ റോഡെല്ലാം മോശമായതുകൊണ്ടും പിന്നെ ഫുൾ സ്റ്റീപ്പ് റോഡ് ആയതുകൊണ്ടും നമുക്ക് വണ്ടി സ്പീഡിലൊന്നും ഓട്ടിങ്ങില്ല, പതുക്കെ വരാൻ പറ്റില്ല. അതാണ് നമ്മൾ ഇന്നലെ ലേറ്റായി എത്തിയത്. നമ്മൾ ഇന്നലെ 5 മണിക്ക് ഇറങ്ങിയിട്ട് ഇവിടെ 9 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത്. സോ അതുകൊണ്ട് പിന്നെ ഭയങ്കര ടയർഡ്നെസ്, അതുകൊണ്ടാണ് നമ്മൾ പിന്നെ വൈൻഡപ്പ് വീഡിയോ നമ്മൾ എടുക്കാത്തത്. എന്തായാലും ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഹോം ടൂർ കാണിച്ചു തരാമെന്ന്. ഹോം ടൂർ അല്ല, ഹോട്ടൽ റൂം ടൂർ. ഇന്നാണ് നമ്മൾ ഈ വലിയ റൂമൊന്നുമില്ല, ചെറിയൊരു ഇതാണ്. നമുക്ക് ജസ്റ്റ് ബഡ്ജറ്റ് ആണ്. നമുക്ക് നേരത്തെ ബുക്ക് ചെയ്തോണ്ട് ഏപ്രിൽ മന്തിൽ ബുക്ക് ചെയ്തോണ്ട് ഒരു 800-900 റുപ്പീസിന് കിട്ടി. പക്ഷെ ഇപ്പൊ ആണെങ്കിൽ അത് 2000 രൂപയോളം ഉണ്ട്. 2000 rupees ആയി. അവര് പറയണെന്ന് വെച്ചാൽ അവര് സീസൺ സമയമായോണ്ടാണ്. അതുകൊണ്ട് അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം, എനിക്ക് ഈ ഹോട്ടൽ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചെറിയ ബാൽക്കണി ഉണ്ട്, ചെറിയ വ്യൂ ഒക്കെ ഉണ്ട്. ഹീറ്ററിന് അങ്ങനെയൊന്നും പ്രശ്നമില്ല.